നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകനാണ് ജയ്ഷാ. അദ്ദേഹം BCCIയുടെ അഥവാ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പരമോന്നത സമിതിയിലെ പ്രമുഖനായൊരു അംഗം കൂടിയാണ്. IPLൻ്റെ ചെയർമാനായിരുന്നു. ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ രണ്ടാമത്തെ ടെസ്റ്റിൽ ഗംഭീരമായ വിജയം നേടിയപ്പോൾ അദ്ദേഹം ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ചിരുന്നു. ഈ അഭിനന്ദനത്തിൽ 2-3 കളിക്കാരുടെ പേരുകൾ അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. ആ കൂട്ടത്തിൽ മുഹമ്മദ് സിറാജിൻ്റെ പേരുണ്ടായിരുന്നില്ല എന്നത് ചിലരെ ചൊടിപ്പിച്ചതായിട്ട് കണ്ടു. ഇതിന് കാരണമായിട്ട് ഇവർ പറയുന്നത് മുഹമ്മദ് സിറാജ് ഒരു മുസൽമാനായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹം പരാമർശിക്കാതെ പോയത് എന്നുള്ളതാണ്. ഇതിൽ ഒരു യാഥാർത്ഥ്യവുമില്ല. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയോടും അതിൻ്റെ ആശയങ്ങളോടുമൊക്കെ നമുക്ക് വിയോജിപ്പുണ്ട്. എന്നിരുന്നാലും സ്പോർട്സിൽ ഇവർ രാഷ്ട്രീയം കലർത്തും എന്ന് എനിക്ക് തോന്നുന്നില്ല. മുഹമ്മദ് സിറാജിനെ ഇന്ത്യൻ ടീമിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ അദ്ദേഹത്തിന് അതിന് എന്നോ സാധിക്കുമായിരുന്നു. കാരണം ഇന്ത്യയുടെ ക്രിക്കറ്റ് ഭരണാധികാരികളിൽ പ്രധാനിയാണ് ജയ്ഷാ. അതുകൊണ്ട് ഇന്ത്യയുടെ ഏകദിന ടീമിൽ നിന്നോ അല്ലെങ്കിൽ IPLൻ്റെ വിവിധ ടീമുകളിൽ നിന്നോ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ നിന്നോ ഒക്കെ എന്നോ സിറാജിനെ ഒഴിവാക്കാൻ ജയ്ഷാ വിചാരിച്ചാൽ സാധിക്കുമായിരുന്നു. പക്ഷെ ഒരിക്കലും അദ്ദേഹം അത് ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. മുഹമ്മദ് സിറാജ് ആവട്ടെ, മുഹമ്മദ് ഷമി ആകട്ടെ, അല്ലെങ്കിൽ സർഫറാസ് ഖാൻ ആകട്ടെ, അവർക്ക് കഴിവും പ്രതിഭയും ഫോമും ഉള്ളിടത്തോളം കാലം അവർ ഇന്ത്യൻ ടീമിൽ കളിക്കും. അതിനെതിരെ രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ ജാതീയമായി വർഗീയമായി ഒരു ചേരിതിരിവും ജയ്ഷായെ പോലെയുള്ള നേതാക്കന്മാർ ചെയ്യുകയില്ല എന്ന് ഈ വിവാദമുണ്ടാക്കിയവർ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത്.